Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. BJP's Kerala chief threatens journalists. BJP's Kerala ചീഫ് എന്നാൽ സമുന്നതനായ വ്യക്തി. BJPയുടെ കേരളത്തിലെ സമുന്നതനായ വ്യക്തി ത്രട്ടൺസ് എന്നാൽ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ത്രട്ടൺഡ് ഭീഷണിപ്പെടുത്തി ജേർണലിസ്റ്റ്സ് എന്നാൽ മാധ്യമപ്രവർത്തകരെ BJPയുടെ കേരളത്തിലെ സമുന്നതനായ നേതാവ് ഭീഷണിപ്പെടുത്തി. ഇതാണ് തലക്കെട്ട്. BJP's കേരള പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. BJPയുടെ കേരള പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ ഓൺ വെൻസ്ഡേ ബുധനാഴ്ച ത്രട്ടൺഡ് ഭീഷണിപ്പെടുത്തി ജേർണലിസ്റ്റ്സ് മാധ്യമപ്രവർത്തകരെ. BJPയുടെ കേരളത്തിലെ പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ ബുധനാഴ്ച ദിവസം പത്രപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി. ഇഷ്യൂയിങ് പ്രഖ്യാപിച്ചുകൊണ്ട് എ സ്റ്റേൺ വാർണിംഗ്. സ്റ്റേൺ എന്നാൽ കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട്. ദാറ്റ് എന്താണത്? നോ ജേർണലിസ്റ്റ് ഹൂ ട്രൈ ടു ഇൻസൾട്ട് ദ BJP വിൽ ബി സ്പെയർഡ്. സ്പെയർ എന്നാൽ ഇവിടെ അർത്ഥം വെറുതെ വിടുക എന്നുള്ള അർത്ഥമാണ്. ദയ കളയുക, വിട്ടുകളയുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ നോ എന്നുള്ളത് കൊണ്ട് ഈ സെൻറ്റൻസ് ഒരു നെഗറ്റീവാണ്. BJPയെ നിന്ദിക്കാൻ ശ്രമിച്ച ആ ജേർണലിസ്റ്റ് പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ വിട്ടുകളയില്ല എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇത്തരത്തിലുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു താക്കീത് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത്. ഒരു പത്രപ്രവർത്തകൻ BJPയെ ഇൻസൾട്ട് ചെയ്തു, അപമാനിച്ചു. ആ പത്രപ്രവർത്തകനെ വെറുതെ വിട്ടുകളയില്ല എന്ന് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കി ബുധനാഴ്ച ദിവസം കെ സുരേന്ദ്രൻ. ഹി ആഡഡ് അദ്ദേഹം ചേർത്തു പറഞ്ഞു ദാറ്റ് ദോസ് ഹൂ ഗേവ് ഫേക്ക് ന്യൂസ് വ്യാജമായിട്ടുള്ള വാർത്തകൾ നൽകിയിട്ടുള്ളതും ആൻഡ് സ്പ്രെഡ് ഇറ്റ് തെറ്റായിട്ടുള്ള വാർത്ത നൽകി അത് പ്രചരിപ്പിച്ച ആ വ്യക്തിയെ വിൽ ബി പ്രോപ്പർലി ഡെൽറ്റ് വിത്ത്. പ്രോപ്പർലി എന്നാൽ ശരിയായ രീതിയിൽ ആ വ്യക്തിയെ കൈകാര്യം ചെയ്യും എന്നാണ് അർത്ഥം. ആ തെറ്റായിട്ടുള്ള വാർത്ത വാർത്ത നൽകിയതും അത് പ്രചരിപ്പിച്ച ആ വ്യക്തി, ആ പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും. ഇതാണ് അദ്ദേഹം മുഴക്കിയ ഭീഷണി. നോ ജേർണലിസ്റ്റ് ഹൂ ട്രൈ ടു ഇൻസൾട്ട് അവർ പാർട്ടി ആൻഡ് മൂവ്മെൻറ്റ് വുഡ് ബി സ്പെയർഡ്. മൂവ്മെൻറ്റ് എന്നാൽ ഇവിടെ അർത്ഥം പ്രസ്ഥാനം എന്നുള്ള അർത്ഥമാണ്. ഞങ്ങളുടെ പാർട്ടിയെ നിന്ദിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ പത്രപ്രവർത്തകൻ, ഞങ്ങളുടെ പാർട്ടിയെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും നിന്ദിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ വിട്ടുകളയുകയില്ല. ദോസ് ഹൂ ട്രൈ ടു ഡിഫെയിം ദ പാർട്ടി. ഡിഫെയിം എന്നാൽ അപകീർത്തിപ്പെടുത്തുക എന്നാണ് അർത്ഥം. ദോസ് ഹൂ ട്രൈ ടു ഡിഫെയിം ദ പാർട്ടി ആൻഡ് ഗേവ് ഫേക്ക് ന്യൂസ് വുഡ് ബി ഡെൽറ്റ് വിത്ത് അക്കോർഡിംഗ്ലി. സുരേന്ദ്രൻ എന്നാൽ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. അക്കോർഡിംഗ്ലി എന്നാൽ തക്കതായ രീതിയിൽ എന്നുള്ള അർത്ഥമാണ്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും വ്യാജമായിട്ടുള്ള വാർത്ത നൽകുകയും ചെയ്തിട്ടുള്ള ആ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ തക്കതായ രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി, താക്കീത് നൽകി. ഇൻ ദ ലാസ്റ്റ് 3-4 days കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ദ മീഡിയ ഹാസ് ബീൻ ട്രൈയിങ് മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ടു ടാർണിഷ് എന്നാൽ കളങ്കപ്പെടുത്തുക എന്നാണ് അർത്ഥം. ടു ടാർണിഷ് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ദ ഇമേജ് ഓഫ് എ ഗ്രേറ്റ് പൊളിറ്റിക്കൽ പാർട്ടി. ഒരു മഹത്തരമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇമേജ്, അതിൻ്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് മീഡിയ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ഗൈസ് ഓഫ് പാലക്കാട് ബൈ എലക്ഷൻ റിസൾട്ട്സ് അതിൻ്റെ പേര് പറഞ്ഞ് പറഞ്ഞ്
അത് പറഞ്ഞുകൊണ്ട് ഈ മഹത്തരമായിട്ടുള്ള പാർട്ടിയെ ഈ മീഡിയ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് അതിൻ്റെ ഇമേജിന് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വി വിൽ നോട്ട് അപ്രൂവ്. അപ്രൂവ് എന്നാൽ ഇവിടെ അർത്ഥം അനുവദിക്കുക എന്നുള്ള അർത്ഥമാണ്. വി വിൽ നോട്ട് അപ്രൂവ്, ഞങ്ങൾ അനുവദിക്കുകയില്ല. എനി സച്ച് അറ്റംപ്റ്റ്, അത്തരത്തിലുള്ള ഒരു ശ്രമവും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അനുവദിക്കുകയില്ല. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. വൈൽ സ്പീക്കിംഗ് ടു മീഡിയ ഇൻ പത്തനംതിട്ട. വൈൽ എന്നാൽ അതിനിടയിൽ എന്നുള്ള അർത്ഥമാണ്. വൈൽ സ്പീക്കിംഗ് ടു മീഡിയ ഇൻ പത്തനംതിട്ട, പത്തനംതിട്ടയിൽ വച്ച് അദ്ദേഹം മീഡിയയോട് സംസാരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ദ പാർട്ടി വിൽ നോട്ട് സ്പെയർ, പാർട്ടി വെറുതെ വിടുകയില്ല. ഈവൻ എ സിംഗിൾ മാൻ, ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥമാണ്. ഈവൻ എ സിംഗിൾ മാൻ, ഒരു പുരുഷനെ, ഒരു വ്യക്തിയെപ്പോലും പാർട്ടി വെറുതെ വിടുകയില്ല. ഹൂ ഡിഡ് ഇൻജസ്റ്റിസ് ടു ദ പാർട്ടി. ഇൻജസ്റ്റിസ് എന്നാൽ അനീതി എന്നുള്ള അർത്ഥമാണ്. ഹൂ ഡിഡ് ഇൻജസ്റ്റിസ് ടു ദ പാർട്ടി, പാർട്ടിയോട് അനീതി പ്രവർത്തിച്ച ഒരു വ്യക്തിയെപ്പോലും വെറുതെ വിടുകയില്ല. ആൻഡ് വിൽ ഡയറക്ട്ലി ഡീൽ വിത്ത് സച്ച് പീപ്പിൾ, അത്തരത്തിലുള്ള ആളുകളെ നേരിട്ട് കൈകാര്യം ചെയ്യും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, അതിൽ സംശയമില്ല. ഹി ആഡഡ്, അദ്ദേഹം ചേർത്തു പറഞ്ഞു. സുരേന്ദ്രൻസ് ഔട്ട്ബേസ്റ്റ്. ഔട്ട്ബേസ്റ്റ് എന്നാൽ പ്രക്ഷോഭം എന്നുള്ള അർത്ഥമാണ്. ദേഷ്യപ്പെടൽ. എഗെയിൻസ്റ്റ്, എതിരായിട്ട്. ദ മീഡിയ പേഴ്സൺസ്, മീഡിയയിലെ വ്യക്തികൾക്ക് എതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭം. കെയിം, വന്നു. അമിഡ് റിപ്പോർട്ട്സ് ഇൻ ദ മീഡിയ എബൌട്ട് ദ ഇൻഫൈറ്റിംഗ് ഇൻ ദ സ്റ്റേറ്റ് BJP which reportedly led to the defeat of party candidate C.K. Krishnan Kumar in Palakkad following erosion of votes in party strongholds. ഈ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം കെ സുരേന്ദ്രൻ മീഡിയ വ്യക്തികളോട് പൊട്ടിത്തെറിച്ചത്, പ്രക്ഷോഭിച്ചത്. എബൌട്ട് ദ ഇൻഫൈറ്റിംഗ് ഇൻ ദ സ്റ്റേറ്റ് BJP, അതായത് ഇൻഫൈറ്റിംഗ് എന്നാൽ ഇവിടെ വഴക്ക് എന്നുള്ള അർത്ഥമാണ്. ഇൻ ദ സ്റ്റേറ്റ് BJP പാർട്ടിക്ക് ഉള്ളിലുള്ള വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ, വിയോജിപ്പുകൾ, അത് റിപ്പോർട്ട് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുരേന്ദ്രൻ പ്രതികരിച്ചത്. വിച്ച്, അത് ഈ മുമ്പ് പറഞ്ഞത്. റിപ്പോർട്ടഡ്ലി, റിപ്പോർട്ട് പറയുന്നത് പ്രകാരം. ലെഡ്, നയിച്ചു. ടു ദ ഡിഫീറ്റ് ഓഫ് പാർട്ടി കാൻഡിഡേറ്റ് C.K. കൃഷ്ണൻ കുമാർ ഇൻ പാലക്കാട്. ലെഡ് എന്നാൽ നയിച്ചു എന്നുള്ള അർത്ഥം. ടു ദ ഡിഫീറ്റ് എന്നാൽ പരാജയം. കാൻഡിഡേറ്റ് എന്നാൽ മത്സരാർത്ഥി. BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണൻകുമാറിൻ്റെ പരാജയത്തിലേക്ക് ഇത് നയിച്ചു. പാലക്കാട് ഈ പരാജയത്തിലേക്ക് ഇത് നയിച്ചു. ഫോളോവിങ്, അതിനെ തുടർന്ന്. എറോഷൻ ഓഫ് വോട്ട്സ് ഇൻ പാർട്ടി സ്ട്രോങ് ഹോൾഡ്സ്. എറോഷൻ എന്നാൽ ഇവിടെ അർത്ഥം നഷ്ടം എന്നുള്ള അർത്ഥം, നഷ്ടപ്പെടൽ. സ്ട്രോങ് ഹോൾഡ്സ് എന്നാൽ ശക്തി കേന്ദ്രങ്ങൾ. BJP പാർട്ടിക്ക് അകത്ത് ഒരു വഴക്ക് ഉണ്ടായി, വിയോജിപ്പുണ്ടായി. അത് ഈ പാലക്കാടിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണൻകുമാറിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചു. എന്തിനെ തുടർന്ന്? എറോഷൻ ഓഫ് വോട്ട്സ് ഇൻ പാർട്ടി സ്ട്രോങ് ഹോൾഡ്സ്, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ നഷ്ടമായി. അതിലേക്ക് ഇത് നയിച്ചു. BJPയുടെ ഉള്ളിലുള്ള വഴക്ക്. ഇത് ഇവർ റിപ്പോർട്ട് ചെയ്തു, മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു. അതിനെതിരെ ആണ് അദ്ദേഹം പ്രക്ഷോഭിച്ചത്. ഓൾദോ സുരേന്ദ്രൻ ഓഫേർഡ് ടു റിസൈൻ. ഓൾദോ എന്നാൽ എങ്കിലും എന്നുള്ള അർത്ഥമാണ്. അക്സെപ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിഫീറ്റ്. അക്സെപ്റ്റ് എന്നാൽ സമ്മതിക്കുക, ഓൾദോ എങ്കിലും. ഓൾദോ സുരേന്ദ്രൻ ഓഫേർഡ് ടു റിസൈൻ എന്നാൽ രാജിവയ്ക്കുക. സുരേന്ദ്രൻ രാജിവയ്ക്കാൻ സന്നദ്ധനായി. അക്സെപ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിഫീറ്റ്, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അത് അംഗീകരിച്ചുകൊണ്ട്, അത് അനുവദിച്ചുകൊണ്ട് അദ്ദേഹം അക്സെപ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിഫീറ്റ്, ഇതിനർത്ഥം പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സുരേന്ദ്രൻ രാജി വയ്ക്കാൻ സന്നദ്ധനായി. ദ BJP സെൻട്രൽ ലീഡർഷിപ്പ് ആസ്ക്ഡ് ഹിം ടു കണ്ടിന്യൂ.
ആസ്ക്ഡ് എന്നാൽ ഇവിടെ ആവശ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഹിം അദ്ദേഹത്തോട്, ടു കണ്ടിന്യൂ തുടരാൻ, ആ നിൽക്കുന്ന സ്ഥാനത്ത് അദ്ദേഹത്തോട് തുടരാൻ വേണ്ടിയിട്ട് BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അത് അംഗീകരിച്ചുകൊണ്ട് സുരേന്ദ്രൻ രാജിവയ്ക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. എങ്കിലും BJP കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തോട് ആ സ്ഥാനത്ത് തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു. സബ്സിക്വൻ്റ്ലി അതിനെ തുടർന്ന്, മറ്റൊരർത്ഥം ഉടനെ തന്നെ എന്നുള്ള അർത്ഥമാണ്. ഒരു കാര്യം കഴിഞ്ഞ് ഉടനെ തന്നെ. സുരേന്ദ്രൻ അപ്പിയർ ടു ഗോ ബർസേക്ക്. ബർസേക്ക് എന്നാൽ അക്രമാസക്തം, സമനില തെറ്റിയ, ഇതൊക്കെയാണ് അർത്ഥം. ടു ഗോ ബർസേക്ക് എന്നാൽ ടു സഡൻലി ബിക്കം വെരി ആംഗ്രി എന്നുള്ള അർത്ഥമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഇതാണ് അർത്ഥം. സുരേന്ദ്രനെ ദേഷ്യപ്പെട്ട് കാണപ്പെട്ടു, അദ്ദേഹം ദേഷ്യപ്പെട്ടു. ഇനീഷ്യലി തുടക്കത്തിൽ. ഹി റിഡിക്കിൾഡ് എന്നാൽ പരിഹസിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹി റിഡിക്കിൾഡ് അദ്ദേഹം പരിഹസിച്ചു. ജേർണലിസ്റ്റ് മാധ്യമപ്രവർത്തകരെ, പത്രപ്രവർത്തകരെ. ഫോർ റിപ്പോർട്ട് ചെയ്തതിന്. ദ പാർട്ടീസ് ഇൻറ്റേർണൽ ഡിസ്കോഡ് എന്നാൽ ഭിന്നിപ്പ് എന്നുള്ള അർത്ഥമാണ്. യോജിപ്പില്ലായ്മ, ഇതൊക്കെയാണ് അർത്ഥം. ഇൻറ്റേർണൽ എന്നാൽ അകത്തുള്ള, ഈ BJP പാർട്ടിയുടെ അകത്തുള്ള യോജിപ്പില്ലായ്മ, ഭിന്നിപ്പ്, ആ കലഹം, അതിനുള്ളിലുള്ള പ്രശ്നം. ആ പ്രശ്നത്തെ പറ്റിയിട്ട് പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു. അതിനെ സുരേന്ദ്രൻ പരിഹസിച്ചിരുന്നു. മുമ്പ് അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഹവർ എങ്കിലും, ബൈ വെൻസ്ഡേ ബുധനാഴ്ച, ഹി ടാർഗറ്റഡ് ദ മീഡിയ പേഴ്സൺസ്. ടാർഗറ്റഡ് എന്നാൽ ഇവിടെ ലക്ഷ്യം വച്ചു സംസാരിച്ചു എന്നുള്ള അർത്ഥമാണ്. ദ മീഡിയ പേഴ്സൺസ് മീഡിയ പ്രവർത്തകരെ ലക്ഷ്യം വച്ച് സംസാരിച്ചു. അവർക്കെതിരെ സംസാരിച്ചു. ഇഷ്യൂയിങ് പ്രഖ്യാപിച്ചുകൊണ്ട്, എൻ ഓപ്പൺ ത്രെട്ട് ഒരു തുറന്ന ഭീഷണി, ഒരു തുറന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. സുരേന്ദ്രൻ ഈസ് ഓൾസോ ഡിസ്റ്റർബ്ഡ്. സുരേന്ദ്രൻ ഇതുകൊണ്ടും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ഇതുകൊണ്ടും അദ്ദേഹം അസഹ്യപ്പെട്ടിരുന്നു. എന്താണത്? ബൈ ദ കോൺഗ്രസ് മൂവ് ടു ബ്രിങ് പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ ആൻഡ് 17 കൗൺസിലേഴ്സ് ടു ദ പാർട്ടി ഫോൾഡ്. ടു ബ്രിങ് എന്നാൽ കൊണ്ടുവരാൻ എന്നുള്ള അർത്ഥമാണ്. മൂവ് എന്നാൽ നീക്കം. കോൺഗ്രസിൻ്റെ നീക്കം. ടു ബ്രിങ് കൊണ്ടുവരാൻ പാലക്കാട് മുനിസിപ്പൽ ചെയർമാനെയും ആൻഡ് 17 കൗൺസിലേഴ്സ് 17 കൗൺസിലർമാരെയും ടു ദ പാർട്ടി ഫോൾഡ്. പാർട്ടി ഫോൾഡിലേക്ക് ഇവിടെ ഈ പാലക്കാട് മുനിസിപ്പൽ ചെയർമാനെയും അതുപോലെ 17 കൗൺസിലർമാരെയും പാർട്ടി ഫോൾഡിലേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം. ആ നീക്കം കൊണ്ടും സുരേന്ദ്രൻ അസഹ്യപ്പെട്ടിരുന്നു. അതും അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തി.